തമിഴ്നാട്ടിലെ മയിലാടുതുറൈ എന്ന ജില്ലയിലെ വൈദീശ്വരൻ കോവിൽ ക്ഷേത്രത്തിലാണ് ഞങ്ങളിന്ന് ദർശനം നടത്തുന്നത്. ചിദംബരം തഞ്ചാവൂർ ഹൈവേക്ക് സമീപം സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രത്തിൻ്റെ പേര് തന്നെയാണ് ഈ സ്ഥലത്തിനും. ഈ ക്ഷേത്രത്തിൽ ശിവഭഗവാനെ വൈദ്യഭാവത്തിലുള്ള വൈദ്യനാഥനായും വൈദീശ്വരനായും സങ്കല്പിച്ച് പൂജിക്കുന്നു. കിഴക്കേ ഗോപുരത്തിലൂടെ കടന്നു ചെന്ന ഞങ്ങളെ എതിരേറ്റത് 5 നിലകളുള്ള 2 പ്രധാന ഗോപുരങ്ങളാണ്. പടിഞ്ഞാട്ട് ദർശനമായിട്ടാണ് വൈദീശ്വരൻ ഇവിടെ കുടികൊള്ളുന്നത്. ഇതാണ് പടിഞ്ഞാറ് ഭാഗത്തുള്ള കവാടം. രോഗങ്ങൾ അകറ്റുന്ന ഈശ്വരനായതിനാലാണ് ഭഗവാനെ ഇവിടെ വൈദീശ്വരനായി അറിയപ്പെടുന്നത്. ഭഗവാനോടൊപ്പം ശ്രീ പാർവതി ദേവി തയ്യൽ നായികയായി അടുത്തുള്ള ശ്രീകോവിലിൽ കുടികൊള്ളുന്നു. മുറിവുകൾ തയ്ച്ച് ഭേദമാക്കുന്നവൾ, അല്ലെങ്കിൽ മുറിവ് ഭേദമാക്കുവാൻ തൈലം അരച്ച് നൽകുന്നവൾ എന്ന അർത്ഥത്തിലാണ് ദേവിക്ക് ഇങ്ങനെ ഒരു പേര് ലഭിച്ചത്. 4448 അസുഖങ്ങളെ ഭേദമാക്കുന്ന സ്ഥലമെന്നാണ് വൈദീശ്വരൻ കോവിൽ അറിയപ്പെടുന്നത്. തമിഴ്നാട്ടിലെ നവഗ്രഹ ക്ഷേത്രങ്ങളിൽ ഒന്നുകൂടിയാണിത്. നവഗ്രഹങ്ങളിൽ ചൊവ്വയുടെ ദേവനായ അങ്കാരകന് ഈ ക്ഷേത്രത്തിൽ വളരെ പ്രാധാന്യം കൽപ്പിക്കുന്നു. 1000 വർഷത്തിലേറെ പഴക്കമുള്ള ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ശിലോലിഖിതങ്ങൾ ഇവിടെ നിന്ന് ലഭിച്ചിട്ടുണ്ടെങ്കിലും ക്ഷേത്രം അതിന് എത്ര കാലം മുമ്പ് പണി കഴിക്കപ്പെട്ടു എന്ന് കണ്ടെത്തുവാൻ സാധിച്ചിട്ടില്ല. പടിഞ്ഞാറ് വശത്തുള്ള പ്രധാന ഗോപുരം കടന്നു ചെല്ലുമ്പോഴുള്ള കാഴ്ചകളാണിത്. ചൊവ്വാദോഷങ്ങൾ മാറുന്നതിനായി ചൊവ്വാദേവനായ അങ്കാരകന് അർപ്പിക്കുന്ന പൂജകളും അതിൻ്റെ വില വിവരങ്ങളുമാണ് ഇവിടെ എഴുതി പ്രദർശിപ്പിച്ചിരിക്കുന്നത്. ക്ഷേത്രത്തിന് 3 ചുറ്റമ്പലങ്ങളാണ് ആകെയുള്ളത്. ഏറ്റവും അകത്തുള്ള ചുറ്റമ്പലത്തിലാണ് വൈദീശ്വരൻ ലിംഗരൂപത്തിൽ പടിഞ്ഞാട്ട് ദർശനമായി കുടികൊള്ളുന്നത്. ആ ശ്രീകോവിലിന് സമീപത്തായി ഗണപതിയും മുത്തുകുമരനായി മുരുകസ്വാമിയും തയ്യൽ നായികയായി പാർവതി ദേവിയും ധന്വന്തരി മൂർത്തിയും ചൊവ്വാദേവനായ അങ്കാരകനും നടരാജനും സോമസ്കന്ദനും ദുർഗാദേവിയും ദക്ഷിണാമൂർത്തിയും സൂര്യനും ജടായുവും സമ്പാദിയും എല്ലാം കുടികൊള്ളുന്നു. ഏറ്റവും പുറത്തുള്ള ചുറ്റമ്പലത്തിൽ മുരുകസ്വാമിയുടെയും അങ്കാരകൻ്റെയും മറ്റൊരു പ്രതിഷ്ഠ കൂടിയുണ്ട്. വൈദീശ്വരൻ കോവിൽ പഞ്ചമൂർത്തി ക്ഷേത്രമായിട്ടാണ് അറിയപ്പെടുന്നത്. ഇവിടുത്തെ ദർശനക്രമം എന്നത് ആദ്യം ഗണപതിയാണ് തൊഴേണ്ടത്. അതിനുശേഷം ചൊവ്വാദേവനായ അങ്കാരകനെയും, അതിനുശേഷം വൈദീശ്വരനായ ശിവഭഗവാനെയും, അതിനുശേഷം ശെൽവ മുത്തുക്കുമരനായ മുരുകസ്വാമിയെയും, അവസാനം തയ്യൽ നായികയായ പാർവതി ദേവിയെയുമാണ് തൊഴേണ്ടത്. ഈ ഒരു ക്രമത്തിൽ തൊഴുന്നതിനായി ഏറ്റവും നല്ലത് നമ്മൾ പടിഞ്ഞാറേ ഗോപുരവാതിലിലൂടെ അകത്ത് കയറുന്നതാണ്. അതല്ല, നിങ്ങൾ കിഴക്കേ ഗോപുരവാതിൽ വഴിയാണ് അകത്തേക്ക് പ്രവേശിക്കുന്നതെങ്കിൽ കയറി വരുമ്പോൾ കാണുന്ന മുരുകസ്വാമിയെ തൊഴുത ശേഷം തെക്ക് കിഴക്കേ കോണിൽ കുടികൊള്ളുന്ന അങ്കാരകനെയും വന്ദിച്ച് മുൻപ് പറഞ്ഞ പോലെയുള്ള ദർശനക്രമം പാലിക്കാവുന്നതാണ്. വൈദീശ്വരൻ കോവിലുമായിട്ട് ബന്ധപ്പെട്ട് നിരവധി ഐതിഹ്യങ്ങളാണ് നിലവിലുള്ളത്. പാർവതി ദേവി മകനായ സുബ്രഹ്മണ്യ സ്വാമിയെ അറുമുഖത്തോടുകൂടി അല്ലാതെ ഒറ്റ മുഖത്തിൽ കാണണമെന്ന് ആഗ്രഹം പറയുകയും അങ്ങനെ സുബ്രഹ്മണ്യ സ്വാമി ഒറ്റ മുഖത്തോടുകൂടി അമ്മയുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുകയും അതിൻ്റെ സന്തോഷത്താൽ മകല് വേൽ ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് വെച്ചാണ് നൽകിയതെന്നും വിശ്വസിക്കപ്പെടുന്നു. അതുകൊണ്ട് സുബ്രഹ്മണ്യ സ്വാമിയെ ഇവിടെ സെൽവ മുത്തുക്കുമരൻ എന്നാണ് അറിയപ്പെടുന്നത്. സുബ്രഹ്മണ്യ സ്വാമി സുരപത്മനുമായിട്ടുള്ള യുദ്ധത്തിൽ വിജയിച്ച ശേഷം തൻ്റെ സേനാവശത്തുള്ളവരുടെ മുറിവുകൾ അച്ഛനായ വൈദീശ്വരൻ്റെ സഹായത്തോടുകൂടിയാണ് ഭേദമാക്കിയതെന്നും മറ്റൊരു ഐതിഹ്യം പറയുന്നു. ക്ഷേത്രത്തിലെ പൂജകൾക്ക് വേണ്ട സാധനങ്ങളെല്ലാം നമുക്ക് ക്ഷേത്രത്തിന് മുമ്പിലും അകത്തുള്ള പൂജാ കൗണ്ടറുകളിൽ നിന്നും മേടിക്കാൻ കിട്ടുന്നതാണ്. രോഗശമനത്തിനായി കുരുമുളകും ഉപ്പും ക്ഷേത്രസന്നിധിയിലെ കൊടിമരത്തിന് സമീപം തലയിൽ ഒഴിഞ്ഞ ശേഷം സമർപ്പിക്കുന്നത് പണ്ട് കാലം മുതൽ തുടരുന്ന ഒരു ആചാരമാണ്. ക്ഷേത്രസന്നിധിയിൽ സമർപ്പിച്ച ശേഷം അതിൽ നിന്ന് ഒരു നുള്ളെടുത്ത് നമ്മൾ കഴിക്കുകയും വേണം. തയ്യൽ നായികയായ പാർവതി ദേവിയുടെ നടയുടെ അഭിമുഖമായിട്ടാണ് ഈ ക്ഷേത്രക്കുളം സ്ഥിതി ചെയ്യുന്നത്. തെക്കോട്ട് ദർശനമായിട്ടാണ് ദേവി കുടികൊള്ളുന്നത്. ഈ ക്ഷേത്രക്കുളം സിദ്ധാമൃതം എന്നാണ് അറിയപ്പെടുന്നത്. ഈ ക്ഷേത്രത്തിലെ കുളത്തിൽ മുങ്ങിക്കുളിച്ചാൽ രോഗശാന്തി ഉണ്ടാവുമെന്നാണ് വിശ്വാസം, പ്രത്യേകിച്ച് ത്വക്ക് രോഗമുള്ളവർ. ദേവന്മാർ അമൃത് സ്വന്തമാക്കിയ ശേഷം അതിൽ നിന്ന് ഒരു തുള്ളി ഈ ക്ഷേത്രക്കുളത്തിൽ വീണിരുന്നതിനാലാണ് ഈ ക്ഷേത്രത്തിലെ കുളത്തിന് അത്ഭുത സിദ്ധി ഉണ്ടായതെന്ന് വിശ്വസിക്കപ്പെടുന്നു.
അതുപോലെ ചൊവ്വാദേവനായ അങ്കാരകന് കുഷ്ഠം ബാധിക്കുകയും അത് ഭേദമാകുവാൻ ശിവഭഗവാനെ ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് വെച്ച് തപസ് ചെയ്യുകയും തപസ്സിൽ പ്രീതിപ്പെട്ട ഭഗവാൻ വൈദീശ്വരനായി വന്ന അങ്കാരകൻ്റെ രോഗം ഭേദമാക്കിയതായും വിശ്വസിക്കപ്പെടുന്നു. ഇതുകൂടാതെ ജടായുവും സൂര്യനും ശിവനെ ഇവിടെ വച്ച് ഭജിച്ചിരുന്നതായി വിശ്വസിക്കപ്പെടുന്നു. രാവണൻ്റെ ആക്രമണത്താൽ മരണപ്പെട്ട ജടായുവിൻ്റെ അന്ത്യകർമ്മങ്ങൾ രാമലക്ഷ്മണന്മാർ ചെയ്തത് ഈ ക്ഷേത്രത്തിലെ ജടായുകുണ്ഡം എന്ന ഭാഗത്ത് വെച്ചാണെന്ന് ഐതിഹ്യം. മുൻകാലങ്ങളിൽ സിദ്ധാമൃത തീർത്ഥമായ ഈ കുളത്തിൽ രോഗശമനത്തിനായി ശർക്കര ഭക്തർ അലിയിച്ചിരുന്നു. പിൽക്കാലത്ത് ക്ഷേത്രകുളത്തിൻ്റെ ശുദ്ധിയെ കരുതി അത് അധികൃതർ നിർത്തലാക്കുകയായിരുന്നു. വളരെ വിശാലമായ ഒരു ക്ഷേത്രകുളമാണ് ഇവിടെയുള്ളത്. കൽത്തൂണുകളാൽ താങ്ങി നിർത്തിയിരിക്കുന്ന കല്ലുകൾ കൊണ്ട് തന്നെയുള്ള മേൽക്കൂര. അങ്ങനെയൊരു ഇടനാഴി ഈ ക്ഷേത്രകുളത്തിൻ്റെ 4 ഭാഗത്തുമുണ്ട്. അതിലൂടെ നമുക്ക് ഇങ്ങനെ നടന്നു പോകാവുന്നതാണ്. ക്ഷേത്രത്തിലെത്തുന്ന ചിലരൊക്കെ ഈ കുളത്തിലിറങ്ങി കുളിക്കുന്നുണ്ട്. മറ്റ് ചിലരാവട്ടെ ക്ഷേത്രകുളത്തിൻ്റെ പടവുകൾ ഇറങ്ങിയ ശേഷം തീർത്ഥം പോലെ വെള്ളമെടുത്ത് തലയിലൂടെ കുടഞ്ഞ ശേഷമാണ് ദർശനം നടത്തുന്നത്. ഈ കുളത്തിൽ നമുക്ക് പാമ്പിനെയോ തവളയോ കാണുവാൻ സാധിക്കില്ല. അതിൻ്റെ പിന്നിലൊരു കഥയുമുണ്ട്. അതിങ്ങനെ പറയപ്പെടുന്നു. ഒരിക്കൽ സദാനന്ദൻ എന്നുള്ളൊരു ഋഷിവര്യൻ ഇവിടെ തപസ് ചെയ്യുകയും ഒരു പാമ്പ് തവളയെ പിടിക്കുന്നതിനിടെ ആ തപസ്സിന് ഭംഗം വരികയും അതിലൂടെ ആ പാമ്പിനെയും തവളയും ഋഷി ശപിക്കുകയും ഉണ്ടായി. അതിനുശേഷമാണ് ഈ കുളത്തിൽ പാമ്പോ തവളയോ ഇല്ലാതായതെന്നും പറയപ്പെടുന്നു. ആ ക്ഷേത്രകുളത്തിൻ്റെ ഭാഗത്തു നിന്ന് നമ്മൾ നേരെ ഇങ്ങോട്ട് കയറി നോക്കുന്നത് തയ്യൽ നായികയായ പാർവതി ദേവിയുടെ നടയിലേക്കാണ്. ആ ശ്രീകോവിലിന് സമീപത്തായി നമുക്ക് ഒരു പശുവിനെയും അതിൻ്റെ കിടാവിനെയും കാണുവാൻ കഴിയും. അതിനെ നമുക്ക് പൂജിക്കുവാനും ആഹാര സാധനങ്ങളൊക്കെ മേടിച്ചു കൊടുക്കുവാനും സാധിക്കുന്നതാണ്. ഈ ഇടനാഴിയുടെ അങ്ങേയറ്റമാണ് അങ്കരാങ്കൻ്റെ വലിയൊരു പ്രതിഷ്ഠയുള്ള ഒരു ശ്രീകോവിലുള്ളത്. തൊഴുമ്പോൾ ആ ഭക്തജനങ്ങൾ നടക്കുന്ന ദിശയിൽ വേണം നമ്മൾ നടന്ന് തൊഴുവാൻ. ഞാൻ വീഡിയോ എടുക്കാനായിട്ട് പുറത്തോട്ട് വന്നതേ ഉള്ളൂ. പ്രദക്ഷിണ വഴികൾക്ക് സമീപം കണ്ട പല വലിപ്പത്തിലുള്ള രഥങ്ങളാണിതൊക്കെ. അത് വലിക്കുന്ന കയറുകളും. ശരിക്കും ഞങ്ങൾ ഇന്നലെ വൈകിട്ടാണ് വൈദീശ്വരൻ കോവിലിലേക്ക് ദർശനത്തിനായി എത്തിയത്. ഇവിടുത്തെ ദർശനം കഴിഞ്ഞ് ദീപാരാധനയും തൊഴുത ശേഷം ചൊവ്വായുടെ ദേവനായ അങ്കാരകൻ്റെ ശീവേലി ബിംബം അങ്കാരകൻ്റെ വാഹനമായ ആടിൻ്റെ മുകളിൽ എഴുന്നള്ളിക്കുന്ന ഒരു കാഴ്ചയിലേക്ക് നമുക്ക് പോവാം. തെക്ക് കിഴക്കേ ഭാഗത്തു നിന്നുള്ള ആ ഒരു എഴുന്നള്ളത്ത് ആദ്യം തയ്യൽ നായികയായ പാർവതി ദേവിയുടെ നടയിലേക്കാണ് വന്നു നിന്നത്. അതിനുശേഷം അത് ശിവഭഗവാന്റെ നടയിലേക്ക് പോയി. വൈദ്യനാഥനായ ശിവഭഗവാന്റെ മുൻപിൽ എഴുന്നള്ളി നിന്ന ചൊവ്വാദേവനായ അങ്കാരകനെയും തൊഴുത് വാദ്യമേളങ്ങളിൽ ലയിച്ച് ഞങ്ങൾ സ്വയം മറന്നു നിന്നു. രോഗശമനത്തിനായി ദർശനം നടത്തുന്നവർ വൈദീശ്വരൻ്റെ നടയിൽ നിന്ന് ലഭിക്കുന്ന തിരിച്ചന്തുണ്ടയും മുരുകസ്വാമിയുടെ നടയിൽ നിന്ന് ലഭിക്കുന്ന നേത്രപിടി ചന്ദനവും തയ്യൽ നായികയുടെ കൈവശമുള്ള രോഗം മാറ്റുന്ന എണ്ണയും വാങ്ങി സേവിക്കാവുന്നതാണ്. വൈദീശ്വരൻ കോവിൽ നാഡീ ജ്യോതിഷത്തിന് വളരെ പേരുകേട്ട ഒരു സ്ഥലമാണ്. നാഡീ ജ്യോതിഷം എന്നു പേരുണ്ടെങ്കിലും നമ്മുടെ ശരീരത്തിലെ നാഡികളുമായി ഒരു ബന്ധവും ഈ ജ്യോതിഷത്തിനില്ല.
നമ്മൾ നമ്മുടെ ഭൂതം, ഭാവി, വർത്തമാനം എന്നിവ അന്വേഷിച്ചു കണ്ടെത്തുന്നു എന്നുള്ളൊരർത്ഥം വരുന്ന രീതിയിൽ തമിഴിൽ അന്വേഷണം എന്നാൽ നാഡി എന്നാണ്. അതുകൊണ്ടാണ് ഇതിനെ നാഡീ ജ്യോതിഷം എന്നറിയപ്പെടുന്നത്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അഗസ്ത്യാർ മുനിയാണ് നാഡീ ജ്യോതിഷത്തിൻ്റെ അറിവുകൾ പനയോലകളിൽ എഴുതി വച്ചതായി കരുതപ്പെടുന്നത്. തമിഴിനും പ്രാചീനമായ വട്ടെഴുത്ത് ലിപിയിലാണ് ഇത് എഴുതപ്പെട്ടിട്ടുള്ളത്. ഭൂമിയിൽ ജനിച്ചതും ജനിക്കാനിരിക്കുന്നതുമായിട്ടുള്ള ആളുകളുടെ ഭൂതം, ഭാവി, വർത്തമാനം എന്നിവയാണ് ഈ പനയോലകളിൽ എഴുതപ്പെട്ടിരിക്കുന്നത്. ഒരിക്കൽ ശിവഭഗവാനും പാർവതി ദേവിയും ഭൂമിയിൽ ജനിച്ചതും ജനിക്കാനിരിക്കുന്നതുമായ ആളുകളെപ്പറ്റി പറഞ്ഞത് തൻ്റെ ദിവ്യശക്തിയാൽ അഗസ്ത്യാർ മുനി കാണുകയും അത് പനയോലകളിൽ എഴുതി വെച്ചു എന്നുമാണ് വിശ്വസിക്കപ്പെടുന്നത്. ഇങ്ങനെ എഴുതപ്പെട്ടിരുന്ന താളിയോലകൾ തഞ്ചാവൂരിലെ സരസ്വതി മഹൽ ലൈബ്രറിയിലാണ് സൂക്ഷിക്കപ്പെട്ടിരുന്നത്. ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇതിൻ്റെ മൂല്യം മനസ്സിലാക്കിയ ബ്രിട്ടീഷ് ഭരണാധികാരികൾ ഇതിൽ ചിലത് തങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് നൽകുകയും ബാക്കിയുള്ളത് ലേലം ചെയ്യുകയും ഉണ്ടായി. കുറേയൊക്കെ പനയോലകൾ നഷ്ടപ്പെട്ടുവെങ്കിലും ബാക്കിയുള്ള പനയോലകൾ ജ്യോതിഷികളുടെ കൈവശം എത്തുകയും അതിൻ്റെ പകർപ്പുകൾ തലമുറകൾ കൈമാറി ഇന്ന് നമ്മൾ കാണുന്ന നിലയിൽ പ്രസിദ്ധി നേടുകയും ചെയ്തു. വൈദീശ്യം കോവിലിൻ്റെ സമീപത്തായിട്ട് ഏകദേശം 1000-ഓളം ഇതുപോലുള്ള ജ്യോതിശാലയങ്ങളാണ് പ്രവർത്തിക്കുന്നത്. അതിൽ ജെനുവിനായിട്ടുള്ളതും അല്ലാത്തതായിട്ടുള്ളതും കണ്ടെത്തുക എന്നത് ആദ്യമായിട്ട് പോകുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം വളരെ ബുദ്ധിമുട്ടാണ്. ഇങ്ങനെയുള്ള ജ്യോതിശാലയങ്ങളിലെ ഏജൻറ്റുമാർ ക്ഷേത്രത്തിനകത്തും പുറത്തുമായി നമ്മളെ ക്യാൻവാസ് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യുന്നതാണ്. വൈദീശ്യം കോവിലിലെ ജീവനക്കാരനായ ബാലാജി എന്നുള്ളൊരു അയ്യപ്പ ഭക്തനെ കണ്ടെത്തുകയും അദ്ദേഹം മലയാളം അറിയാവുന്ന ഒരു ജ്യോതിഷിയെ കാണിച്ചു തരാമെന്നും പറഞ്ഞ് ഈ ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറേ നടയ്ക്ക് സമീപമുള്ള ഒരു ജ്യോതിശാലയത്തിലേക്ക് ഞങ്ങൾ എത്തി. ഈ ബൈക്കിലിരിക്കുന്ന ആളാണ് ഞാൻ പറഞ്ഞ അയ്യപ്പ ഭക്തൻ. ആ കാണുന്നതാണ് ജ്യോതിശാലയം. ഇദ്ദേഹമാണ് എൻ്റെ നാഡീ ജ്യോതിഷം നോക്കിയ രാമദാസൻ എന്ന് പറയുന്ന ആൾ. എൻ്റെ പേര് രാമദാസാണ്. ഞാൻ വൈദീശ്വരങ്ങളിൽ അമ്പലത്തിൻ്റെ ദേവസ്ഥാനത്തിൻ്റെ ആയിട്ടിലാണ്. ഞങ്ങൾക്ക് ഭാവി, ഭൂതം, വർത്തമാനം ഏത് പ്രശ്നമെങ്കിലും എല്ലാം ശരിയാക്കി തരും. താളിയോല നോക്കിയിട്ട് ഞങ്ങൾക്ക് എല്ലാം കൂടി ശരിയാക്കി തരും. ഞാൻ നാഡീ ജ്യോതിഷം നോക്കിയ ആള് രാമദാസ് എന്ന് പറഞ്ഞുവല്ലോ. അദ്ദേഹത്തിൻ്റെ ഓഫീസ് അല്ലെങ്കിൽ വീട് എന്ന് പറയുന്നത് ഈ പടിഞ്ഞാറേ ഗോപുരത്തിൻ്റെ ഏകദേശം 15 മീറ്റർ മാത്രം മാറിയാണ്. ക്ഷേത്ര മതിൽക്കെട്ടിനോട് ചേർന്ന് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ വീട് എന്ന് പറയുന്നത്. ക്ഷേത്രത്തിന് ചുറ്റിനുമുള്ള പല ജ്യോതിശാലയങ്ങൾക്കും വലിയ രീതിയിലുള്ള ബോർഡും കാര്യങ്ങളും അഡ്വർടൈസ്മെൻറ്റും ഒക്കെ ഉള്ളപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഓഫീസിന് അങ്ങനെ ബോർഡോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ളത് പിന്നീട് ഞാൻ ആലോചിച്ചു. നമ്മളിങ്ങനൊരു നാഡീ ജ്യോതിശാലയം സന്ദർശിക്കുമ്പോൾ ഒരാണിൻ്റെ ജ്യോതിഷമാണ് നോക്കേണ്ടതെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ വലത് കൈയിലെ തള്ളവിരൽ അടയാളവും അതല്ല ഒരു പെണ്ണിൻ്റെ ആണെന്നുണ്ടെങ്കിൽ ഇടത് കൈയിലെ തള്ളവിരലിൻ്റെ അടയാളവുമാണ് അവിടെ കൊടുക്കേണ്ടത്. ഈ വിരലടയാളം ഉപയോഗപ്പെടുത്തിയാണ് ഇവർ നമ്മുടേതുമായി യോജിക്കുന്ന ഒരു കെട്ട് താളിയോലയുമായി മടങ്ങിയെത്തുന്നത്. ഇവിടെ ഇങ്ങനെ നാഡീ ജ്യോതിഷം നോക്കാനെത്തുന്ന എല്ലാവരുടെയും ഭാവിയും ഭൂതവും വർത്തമാനവും ആ താളിയോലകളിൽ നിന്ന് അറിയണമെന്നുമില്ല. ഞാൻ നേരത്തെ പറഞ്ഞുവല്ലോ, കുറേ താളിയോലകൾ കാലത്തിൻ്റെ കുത്തൊഴുക്കിൽ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത്. ചില ജ്യോതിശാലയങ്ങൾ അങ്ങനെ താളിയോല കണ്ടെത്താൻ പറ്റാത്ത പക്ഷം കസ്റ്റമർ പേയ്മെൻറ്റ് നടത്തിയത് റീഫണ്ട് ചെയ്യാറുണ്ട്. ഞാൻ പേയ്മെൻറ്റ് നടത്തിയത് 3600 രൂപയാണ്. അദ്ദേഹം എൻ്റെ മുൻ ജന്മവും ഇപ്പോഴത്തെ ജന്മത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നതും ഭാവിയിൽ നടക്കാനിരിക്കുന്നതുമായിട്ടുള്ള കുറേ കാര്യങ്ങൾ പറയുകയുണ്ടായി. എൻ്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് പറയാനുള്ളത് ഏറ്റവും ജെനുവിനായിട്ടുള്ള ജ്യോതിശാലയം കണ്ടെത്തി നമ്മൾ ഭാവി അറിയാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. നാഡീ ജ്യോതിഷത്തിനായിട്ടല്ലെങ്കിൽ കൂടി പടിഞ്ഞാട്ട് ദർശനമുള്ള ശിവഭഗവാനെ തൊഴുന്നത് 1000 ശിവക്ഷേത്രങ്ങൾ തൊഴുന്നതിന് തുല്യമാണെന്നാണ് വിശ്വാസം. അതിനാൽ ഒരിക്കലെങ്കിലും ഇവിടെ വന്ന് തൊഴണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഇതാണ് ഞങ്ങൾ താമസിച്ച ഹോട്ടൽ, GM റെസിഡൻസി. കാർ പാർക്കിങ്ങിനും ഒക്കെ സൗകര്യമുള്ള പടിഞ്ഞാറേ ഗോപുരത്തിൽ നിന്ന് ഏകദേശം 20 മീറ്റർ മാത്രം അകലെയുള്ള ഒരു ഹോട്ടലാണിത്. 1500 രൂപയായിരുന്നു ഞങ്ങൾ റൂം വാടകയായി കൊടുത്തത്. വീഡിയോ കണ്ട ഇവർക്ക് നന്ദി, നമസ്കാരം. ഓം നമഃ ശിവായ.